എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സുഭാഷിതം 3-ാം അധ്യായം 5-ാം വാക്യം. വചനം പഠിപ്പിക്കുകയാണ്: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നമുക്കൊരുമിച്ച് ഈ വചനം ഏറ്റുപറയാം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. നമ്മുടെ ധാരണ നമ്മുടെ ബുദ്ധി അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ തെറ്റായ ധാരണ. സുഭാഷിതം 3:5 പഠിപ്പിക്കുകയാണ്: സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കാതിരിക്കുക, കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക. ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ച് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആ കൊച്ചുകുട്ടിക്ക് റോട്ടിലെ കുഴികളോ കല്ലുകളോ ഒന്നും ഒരു ബാധകമല്ല. കാരണം അവൻ അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. കാരണം അവൻ കൈ പിടിച്ചിരിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ കയ്യിലാണ്. അവനറിയാം, തൻ്റെ പിതാവ് അവനെ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോകും. ഇതേ ഒരു നിഷ്കളങ്കമായ വിശ്വാസമാണ് ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഒരു കൊച്ചു കഥ എൻ്റെ മനസ്സിൽ ഈ സമയം തെളിഞ്ഞു വരികയാണ്. ഒരു കപ്പൽ യാത്രയിൽ 1-2 ദിവസം പിന്നിട്ടപ്പോൾ കപ്പിത്താന് മനസ്സിലായി, ഈ കപ്പൽ പോകുന്ന വഴിയിൽ ഒരു അപകടമുണ്ട്, കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ട്. കൊടുങ്കാറ്റടിച്ചാൽ കപ്പൽ തകരും, യാത്രക്കാരും കപ്പലും അപകടത്തിലാകും. ഇതറിഞ്ഞ കപ്പിത്താൻ ആളുകളെ വിവരമറിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആളുകൾ വളരെ ഭയവിഹ്വലരായി. അവർ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുവരെ അനുഭവപ്പെട്ട കപ്പൽ യാത്രയുടെ സന്തോഷം നിശ്ചലമായി. ആളുകൾ കരയുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്ങും വളരെ ശോകം നിറഞ്ഞ അന്തരീക്ഷം. ഈ സമയത്ത് ഒരു കൊച്ചുകുട്ടി കപ്പലിൻ്റെ ഒരു മൂലയിലിരുന്ന് അവൻ പതിവ് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സന്തോഷം നിറഞ്ഞുകൊണ്ട് അവൻ കപ്പലിലെ യാത്രക്കാരുടെ ഇടയിലൂടെ ഓടി നടക്കുന്നു. ഇത് കുറെ നേരം കണ്ടു നിന്ന ഒരു യാത്രക്കാരൻ ഈ കുട്ടിയെ വിളിച്ച് ചോദിച്ചു: നിനക്ക് അറിയുമോ, ഈ കപ്പല് അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. ഒരുപക്ഷെ വലിയ കൊടുങ്കാറ്റുണ്ടായി ഈ കപ്പല് തകർന്നു പോകാം. നമ്മളെല്ലാവരും ഈ കടൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചേക്കാം. ഇത് കേട്ട് ആ കൊച്ചുകുട്ടി യാത്രക്കാരൻ്റെ കണ്ണിൽ നോക്കി പറയുകയാണ്: നിനക്കറിയാമോ, ഈ കപ്പൽ ഓടിക്കുന്നത് എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചൻ എന്നെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുചെന്നാക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുകയില്ല, ധൈര്യമായിരിക്കുക എന്ന് ഉപദേശിക്കുകയാണ് ഈ കൊച്ചുകുട്ടി ഈ യാത്രക്കാരനെ. ഭാഗ്യമെന്ന് പറയട്ടെ, കപ്പൽ അപകടനില തരണം ചെയ്തു. എല്ലാ യാത്രക്കാരും സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇതേപോലെ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ജീവിതമാകുന്ന നമ്മുടെ കപ്പൽ ദൈവം ലക്ഷ്യസ്ഥാനത്ത് ഒരു അപകടം കൂടാതെ എത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്, നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടത്. യേശുവിൻ്റെ തന്നെ വാക്കായ എഫാത്ത ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എഫാത്ത.